ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് കിഡ്സ്. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നത്. നമ്മുടെ വിപ്പിംഗ് ക്രീം എങ്ങനെ സ്റ്റിഫായിട്ട് ഒരു 8 മണിക്കൂർ ആ ഒരു സ്റ്റിഫ്നെസ്സിൽ എങ്ങനെ നിർത്താമെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യണത്. അതേപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഏതൊക്കെ ബ്രാൻഡ്സ് ഉണ്ടെന്നും ഞാൻ ഉപയോഗിക്കുന്നതിൽ എനിക്ക് തോന്നിയ ബെസ്റ്റ് ഏതാണെന്നും പിന്നെ നമ്മുടെ ബാക്കി വരുന്നിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഫിയോണയാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും ബെസ്റ്റും ഫിയോണ തന്നെയാണ്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് റിച്ചാണ് വിപ്പിംഗ് ക്രീമിൽ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ബിഗിനേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഫിയോണയായിരിക്കും കുറച്ചുകൂടെ ഉപയോഗിക്കാൻ സുഖം ഉണ്ടാവുക. കാരണം ഇത് പെട്ടെന്ന് മെൽറ്റായി പോവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേക്കിൻ്റെ മുകളിൽ ഇത് ഐസിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. ഇപ്പോൾ അത് നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഫ്രീസറിൽ സൂക്ഷിക്കുക. ഞാനിപ്പോൾ അത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളും അതേപോലെ വിസ്കും എടുത്തിട്ടുണ്ട്. അത് 2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പോളം വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം എടുക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. നമ്മൾ നേരിട്ട് ഫ്രീസറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് അതിൽ ഐസിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടാവും. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു ഐസിൻ്റെ ക്രിസ്റ്റൽസ് മെൽറ്റായിട്ട് നമ്മുടെ ക്രീം ലൂസായി പോവും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ ആ ഒരു ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വയ്ക്കുക. പുറത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. ഏറ്റവും ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു 1-2 മിനിറ്റ് അതേ ഒരു സ്പീഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പതുക്കെ സ്പീഡ് മാറ്റി കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ഫിയോണയിൽ അത്യാവശ്യം മധുരമുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വാനില എസൻസ് ചേർക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വൈറ്റ് കളർ ചെറുതായിട്ടൊന്ന് മങ്ങിയ പോലെ ഉണ്ടാവും. അല്ലെങ്കിലും ആ ഒരു വാനില എസൻസിൻ്റെ ആവശ്യമില്ല. ഞാൻ വാനില എസൻസ് ഉപയോഗിക്കാറില്ല. അല്ലാണ്ട് നമ്മുടെ ക്രീം നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം. ഞാനിപ്പോൾ സ്പീഡ് 2 പ്രാവശ്യം ചേഞ്ച് ചെയ്തു, 3 പ്രാവശ്യം ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ ക്രീം നമുക്ക് കാണാൻ നല്ല സ്റ്റിഫായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ക്രീം സ്റ്റിഫാണതിനനുസരിച്ച് നമുക്ക് ബീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ശരിക്കും നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്രീം ശരിക്കും സ്റ്റിഫായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ക്രീമിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊക്കി നോക്കുന്ന സമയത്ത് ആ ഒരു ക്രീം നേരെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രീം ശരിക്കും റെഡി ആയിട്ടുണ്ട്. അല്ല അത് ജസ്റ്റ് ഒന്ന് താഴ്ന്നിരിക്കുകയെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബീറ്റ് ആവാനുണ്ട്. അങ്ങനെയാണ് ഇത് ശരിക്കും മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ പാത്രം ഇങ്ങനെ പൊക്കി നോക്കുന്ന സമയത്ത് ഒട്ടും താഴേക്ക് വരില്ല. അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്രീം റെഡി ആയോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഒരുപാട് പേർക്ക് വരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ക്രീം ഓവർ ബീറ്റ് ആയി പോകുന്നത്. ക്രീം ഓവർ ബീറ്റ് ആവുകയെന്ന് വെച്ചാൽ നമ്മുടെ ക്രീം നമുക്ക് ശരിക്കും ഐസിങ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വരാമെന്നാണ്. അത് മാറ്റാൻ ചെറിയൊരു ടിപ്പുണ്ട്. നമ്മുടെ ക്രീം നമ്മൾ ബീറ്റ് ചെയ്യാത്ത ക്രീം ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ക്രീം ഈ ഒരു ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഓവർ ബീറ്റ് ആയിട്ടുള്ള പ്രശ്നം മാറും. ഒരുപാട് ഓവർ ബീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി.
എൻ്റെ ക്രീമിൻ്റെ ഒരു സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. അത് മേലോട്ടാണ് നിൽക്കുന്നത്, പൊങ്ങി നിൽക്കുകയാണ്. നമ്മുടെ ബീറ്ററിൻ്റെ ആ ഒരു ബ്ലേഡിൽ നിന്ന് താഴോട്ട് വരുന്നൊന്നുമില്ല, ബൗളിൽ നിന്നും കൂടി താഴേക്ക് വരുന്നില്ല. നമ്മൾ ജസ്റ്റ് എത്ര ആക്കിയാലും വരില്ല, അത്രയും സ്റ്റിഫ് ആയതുകൊണ്ടാണ് ശരിക്കും മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ബീറ്റിംഗ് നിർത്താം. ഇതിലധികം ബീറ്റ് ചെയ്താലാണ് ഞാൻ പറഞ്ഞ ഓവർ ബീറ്റ് ആയി പോവുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരുമിച്ചാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വെക്കാം. അപ്പം തന്നെ എടുത്ത് നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് മെൽറ്റായി പോവും. ഇനി നിങ്ങൾ ഒരുപാട് ചൂടുള്ള സമയത്താണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക, എന്നിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് ഒട്ടും നിങ്ങളുടെ ക്രീം ലൂസ് ആവില്ല. ഏകദേശം ഒരു 8 മണിക്കൂർ നിങ്ങൾക്ക് ഈ ഒരു ക്രീം ലാസ്റ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇത് ഞാനിനി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇനി ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ഏതൊക്കെ വിപ്പിംഗ് ക്രീമിൻ്റെ ബ്രാൻഡുകളാണുള്ളതെന്നാണ്. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ ഞാൻ കണ്ടിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് 2 ബ്രാൻഡാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് വിവോയുടെ റോയൽ ക്രീമാണ്. നല്ല ക്രീം തന്നെയാണിത്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഏകദേശം 200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് റിച്ചിൻ്റെ വിപ്പ് ടോപ്പിംഗ് ആണ്. ഏറ്റവും ബെസ്റ്റാണ് ഇതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് മെൽറ്റായി പോവും, അതാണ് ഇതിനൊരു പ്രശ്നം. അതുകൊണ്ട് ബിഗ്നേഴ്സിന് ഉപയോഗിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ഒരുപക്ഷെ ശരിയായെന്ന് വരും. ഞാനും ഇത് ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ക്രീമിന്. മറ്റുള്ളതിനേക്കാളും ടേസ്റ്റ് ഈ ക്രീമിന് തന്നെയാണ്. ഇനി ഞാൻ കാണിക്കുന്നത് ലെഫ്റ്റ് ഓവർ ആവുന്ന നമ്മുടെ ക്രീം എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതേപോലൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള കുറച്ച് ക്രീം. ഇത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിലല്ലാതെ താഴെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത്. ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കരുത്. ഇത് നിങ്ങളിങ്ങനെ അടയ്ക്കാതെ വെക്കുന്ന സമയത്ത് ആ ക്രീമിനുള്ളിൽ എയർ ബബിൾസ് കുടുങ്ങിയിട്ട് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ അത് വിട്ട് പോവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചാൽ ഏകദേശം ഒരു മാസം വരെ നിങ്ങൾക്ക് ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ക്രീം റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ആ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ക്രീം എങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്റ്റേജ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു അരമണിക്കൂർ ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചു. മിനിമം നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസിങ് ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റായി പോവും. നമ്മുടെ ക്രീം നല്ല നീറ്റായിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും നല്ല സ്റ്റിഫാണ്. ശരിക്കും നോക്കിയാൽ കാണും ഒരു എയർ ബബിൾസ് കൂടി നമ്മുടെ ക്രീമിൽ കുടുങ്ങിയിട്ടില്ല. ശരിക്കും നമ്മൾ ഷേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതേപോലെ സ്റ്റിഫായിട്ട് അങ്ങനെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് കിട്ടും. ഏകദേശം 8 മണിക്കൂർ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ക്രീം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.